മരിയ ഭക്തരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മീയ ജീവിതത്തിലെ സുപ്രധാന ദിനങ്ങളാണ് വരാൻ പോകുന്നത്. പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ ആചരിക്കുന്ന സെപ്റ്റംബർ 8-ഉം അതിന് മുന്നോടിയായിട്ടുള്ള 8 നോമ്പ് തിരുനാളുമാണ് ഈ ദിവസങ്ങളെ സവിശേഷമാക്കുന്നത്. മാതാവിന്റെ ജനനവുമായി ബന്ധപ്പെട്ടാണ് നാം ഇപ്പോൾ 8 നോമ്പ് ആചരിക്കുന്നത് എങ്കിലും ഈ ആചരണത്തിനു പിന്നിൽ 7-ാം നൂറ്റാണ്ട് മുതലുള്ള പാരമ്പര്യമുണ്ടെന്നാണ് രേഖകൾ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ വിവിധ സഭാ വിഭാഗങ്ങൾ ഇതു സംബന്ധിച്ച് വ്യത്യസ്തമായ ചരിത്രവും പറയുന്നുണ്ട്. അത്തരം ചില പാരമ്പര്യ വിശ്വാസങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നുപോകാം. 7-ാം നൂറ്റാണ്ടിൽ ഇറാഖിൽ ഹീറ എന്നൊരു നഗരമുണ്ടായിരുന്നു. ക്രൈസ്തവർ തിങ്ങിപ്പാർത്തിരുന്ന നഗരമായിരുന്നു അത്. ആ നഗരത്തിലെ ക്രൈസ്തവ യുവതികൾ അതീവ സുന്ദരികളായിരുന്നു. ക്രൈസ്തവ സ്ത്രീകളുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായിരുന്നു ബാഗ്ദാദിലെ ഖലീഫ. അതുകൊണ്ട് നഗരം പിടിച്ചെടുത്ത് സ്ത്രീകളെ സ്വന്തമാക്കണമെന്ന ആഗ്രഹത്തോടെ ഖലീഫ തന്റെ വിശ്വസ്തനായ ഗവർണറെ അവിടേക്ക് അയച്ചു. ഖലീഫയെ പോലെ തന്നെയുള്ള ആളായിരുന്നു ഗവർണറും. അവരുടെ ഗൂഢ ലക്ഷ്യവും തങ്ങൾക്ക് നേരെയുള്ള പടപ്പുറപ്പാടും എങ്ങനെയോ അറിഞ്ഞ ക്രൈസ്തവ സ്ത്രീകൾ മാതാവിന്റെ ദേവാലയത്തിൽ അഭയം തേടുകയും പുരോഹിതന്റെ നിർദ്ദേശാനുസരണം 3 ദിവസം കഠിനമായ പ്രായശ്ചിത്ത പ്രവർത്തികളും ഉപവാസവും അനുഷ്ഠിക്കുകയും ചെയ്തു. വിശുദ്ധ കുർബാന മധ്യേ ഖലീഫ മരിച്ചതായി 3-ാം ദിവസം മാതാവിന്റെ സന്ദേശം അവർക്ക് ലഭിച്ചു. ഇതേ തുടർന്ന് ഗവർണർക്ക് തിരികെ പോവേണ്ടതായി വന്നു. തങ്ങളുടെ പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും മാതാവിന്റെ മാധ്യസ്ഥം വഴിയെ ലഭിച്ച ഈ അനുഗ്രഹത്തിന് പിന്നീടുള്ള ജീവിതകാലം മുഴുവൻ മാതാവിനോട് നന്ദിയുള്ളവരായി തീർന്നു. വൈകാതെ അവർ നഗരം വിട്ട് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ചേക്കേറി. എവിടെയെല്ലാം അവർ എത്തിയോ അവിടെയെല്ലാം മാതാവിന്റെ വണക്കത്തിനായി അവർ 8 നോമ്പ് ആചരിച്ചു തുടങ്ങി. ഇപ്രകാരം കേരളത്തിലും അറബ് ക്രൈസ്തവർ എത്തിച്ചേർന്നു. 8-ാം നൂറ്റാണ്ടിലാണ് ഈ കുടിയേറ്റം സംഭവിച്ചത്. തങ്ങളുടെ മരിയ വണക്കം അവർ കേരളത്തിലും പിന്തുടർന്നു. പക്ഷേ അക്കാലത്ത് തദ്ദേശീയരായ മാർത്തോമ ക്രൈസ്തവർ ഈ നോമ്പിനോട് ആഭിമുഖ്യം പുലർത്തിയിരുന്നില്ല. എന്നാൽ 8 നോമ്പ് ആചരണം ജീവിതത്തിൽ നടപ്പിലാക്കേണ്ടതായ ഒരു സാഹചര്യം 18-ാം നൂറ്റാണ്ടിൽ അവർക്ക് നേരിടേണ്ടി വന്നു. ടിപ്പുവിന്റെ പടയോട്ടമായിരുന്നു അതിന് വഴിയൊരുക്കിയത്. ക്രൈസ്തവ ഹൈന്ദവ കൂട്ടക്കൊലകളും മതം മാറ്റലും സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങളും തുടർക്കഥയായി മാറിയപ്പോൾ ഹീറയിലെ ക്രൈസ്തവരുടെ പിന്മുറക്കാരായവർ തങ്ങളുടെ പൂർവികരിൽ നിന്നും പകർന്നു കിട്ടിയ മരിയൻ വണക്കത്തിന്റെയും 8 നോമ്പിന്റെയും പാരമ്പര്യം തിരുവിതാംകൂറിലെ ക്രൈസ്തവ സ്ത്രീകളെ ഓർമ്മിപ്പിക്കുകയും അങ്ങനെ മാർത്തോമ ക്രൈസ്തവർ 8 നോമ്പ് ആചരണത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. തങ്ങളുടെ വിശ്വാസം അരക്കിട്ടുറപ്പിക്കുന്ന വിധത്തിലുള്ള സംഭവങ്ങൾക്കാണ് അവർ പിന്നീട് സാക്ഷ്യം വഹിച്ചത്. പെരിയാറിൽ അസാധാരണമായ രീതിയിൽ വെള്ളപ്പൊക്കം ഉണ്ടാവുകയും ടിപ്പുവിന്റെ പടയും പടക്കോപ്പുകളും അതിൽ നശിച്ചു പോവുകയും ചെയ്തു. വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളാണ് ടിപ്പുവിനുണ്ടായത്. ഇതേ തുടർന്ന് തിരുവിതാംകൂർ ആക്രമിക്കാതെ ടിപ്പുവിന് മടങ്ങിപ്പോവേണ്ടതായി വന്നു. ഈ സംഭവത്തോടെ മലയാള നാട്ടിലും 8 നോമ്പ് ആചരണത്തിന് തുടക്കം കുറിക്കപ്പെടുകയായിരുന്നു. സ്ത്രീകളുടെ നോമ്പ്, കന്യകകളുടെ ഉപവാസം എന്നെല്ലാം 8 നോമ്പിനെ വിളിക്കുന്നത് ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ്. ചുരുക്കത്തിൽ 7-ാം നൂറ്റാണ്ടിൽ ഇറാഖിലെ ക്രൈസ്തവ സ്ത്രീകളുടെ മാനാഭിമാനങ്ങൾ ശത്രുക്കളുടെ കരാള ഹസ്തങ്ങളിൽ നിന്ന് രക്ഷിച്ച പരിശുദ്ധയമ്മ 18-ാം നൂറ്റാണ്ടിൽ തന്റെ മധ്യസ്ഥം തേടിയെത്തിയ തിരുവിതാംകൂറിലെ ക്രൈസ്തവ സ്ത്രീകളെയും രക്ഷിച്ചു. അന്നു മുതൽ ഇന്നുവരെ 8 നോമ്പ് ആചരണം വളരെ ഭക്തിപൂർവം നാം കൊണ്ടാടുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിലെ ചില സൂചിതങ്ങളിൽ നിന്നാണ് 8 നോമ്പാചരണം ആരംഭിച്ചത് എന്ന് പൗരാണിക പാശ്ചാത്യ പൗരസ്ത്യ സുറിയാനി പാരമ്പര്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. കർത്താവിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞതിൻ പ്രകാരം ഉണ്ണിയേശുവിനെ ജീവൻ രക്ഷിക്കാനായി യൗസേപ്പ് പിതാവ് ഉണ്ണീശോയെയും മാതാവിനെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്തതായി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. ഈ യാത്ര 8 ദിവസം നീണ്ടു നിന്നിരുന്നു എന്നാണ് പാരമ്പര്യം. അത്യന്തം ദുഷ്കരവും വെല്ലുവിളികൾ നിറഞ്ഞതുമായിരുന്നു ഈ യാത്ര. ഈ യാത്രയുടെ അനുസ്മരണമാണ് 8 നോമ്പിൽ നടത്തുന്നത് എന്നാണ്
സിറിയൻ പാരമ്പര്യത്തിൽ കാണാൻ കഴിയുന്നത്. വിലാപത്തിന്റെ നോമ്പ് എന്നാണത്രേ എട്ടുനോമ്പിനെ ഇക്കൂട്ടർ വിളിക്കുന്നത്. എട്ടുനോമ്പാചരണത്തിന്റെ ആസ്ഥാനം മണർക്കാട് പള്ളിയാണെന്ന് പറയപ്പെടുന്നു. എങ്കിലും ഇന്ന് കേരളത്തിലെ വിവിധ മരിയൻ ദേവാലയങ്ങളിൽ എട്ടുനോമ്പാചരണം മാതാവിന്റെ പിറവി തിരുനാളുമായി ബന്ധപ്പെട്ട് സമുചിതമായി ആചരിക്കാറുണ്ട്. കാഞ്ഞിരപ്പള്ളിയിലെ അക്കരപ്പള്ളി, നാഗപ്പുഴ പള്ളി, പാല ലാലംപള്ളി എന്നിവയെല്ലാം എട്ടുനോമ്പുമായി ബന്ധപ്പെട്ട പ്രമുഖ മരിയൻ ദേവാലയങ്ങളാണ്. പാരമ്പര്യങ്ങളും കഥകളും എന്തുതന്നെയായിരുന്നാലും നമ്മുടെ ബലവത്തായ കോട്ടയും നമുക്ക് ആശ്രയിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ മധ്യസ്ഥവുമാണ് പരിശുദ്ധ അമ്മയുടേത്. അതുകൊണ്ട് മാതാവിന്റെ മധ്യസ്ഥം നമുക്ക് ജീവിതത്തിൽ ഉടനീളം അപേക്ഷിക്കാം. നമ്മെ തന്നെയും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കുകയും ചെയ്യാം.